ഹായ് മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. 9ാം ക്ലാസ് ജോഗ്രഫിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഇത്. ത്രൂ ദ സാൻഡി എക്സ്പാൻസ്, മണലാരണ്യത്തിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെ. ഈ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തു, ഇതിന്റെ ആദ്യ ഭാഗങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു അല്ലെ. നമ്മൾ താർ മരുഭൂമി എന്താന്ന് പറഞ്ഞു അല്ലെ, ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നറിയപ്പെടുന്ന താർ മരുഭൂമിയെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. അതിന്റെ ജോഗ്രഫിക്കൽ ഏരിയ അല്ലെ, എവിടെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നു, അതിൻ്റെ എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അതിന്റെ ബൗണ്ടറീസ് അല്ലെ, അതിന്റെ അതിർത്തികളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. പിന്നെ എങ്ങനെയാണ് ഈ താർ മരുഭൂമി അല്ലെ, ഈ ഡെസേർട്ട് രൂപപ്പെട്ടത്, ഇതിന്റെ ഫോർമേഷൻ ഉണ്ടായ കാരണം എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തു നോക്കി. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഈ താർ മരുഭൂമിയെ അതിന്റെ ജോഗ്രഫിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ മരുസ്ഥലി, സെക്കൻഡ് വൺ ബാഗർ, അതായത് രാജസ്ഥാൻ ബാഗർ എന്ന് വിളിക്കും അല്ലെ. അപ്പം ജോഗ്രഫിക്കലി ദ താർ ഡെസേർട്ട് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻടു ടു റീജിയൻ, മരുസ്ഥലിയും രാജസ്ഥാൻ ബാഗറും അല്ലെ. എന്താ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്? മരുസ്ഥലിയും ബാഗറും തമ്മിലുള്ള ഡിഫറൻസ് എന്താ നോക്കൂ മക്കളെ. ഈ മരുസ്ഥലി എന്ന് പറയുന്നത് ആരിഡ് പ്ലെയിൻ ആണ്. എന്നാൽ രാജസ്ഥാൻ ബാഗർ എന്ന് പറയുന്ന ഭാഗം എന്താ? ബാഗർ സെമി ആരിഡ് ആണ്. ഇത് 100% ആരിഡ് ആണ്. എന്നാൽ ഇതെന്താണ്, ഒരു 50% ഉള്ളത് സെമി ആരിഡ് ആണ്. ഇത് നമ്മുടെ ബാഗർ എന്ന് പറയുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ഇത് 100% അരിഡ് ആയത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? പ്രോപ്പർ ഡെസേർട്ട് പ്രോപ്പർ എന്ന് വിളിക്കുന്നു അല്ലെ. അതായത് വരണ്ട സമതലമായതുകൊണ്ട്, അഥവാ യഥാർത്ഥ മരുഭൂമി എന്ന് വിളിക്കുന്നു. ഇവിടെ എന്താണ്, പൂർണ്ണമായിട്ടും അങ്ങനെ വരണ്ട സദ്ദല്ല, സെമി അരിഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെന്ത് വിളിക്കുന്നു? ഇതിന് അർദ്ധ മരുഭൂമി മേഖല അഥവാ അർദ്ധ വരണ്ട സമതലം എന്നെന്ത് ചെയ്യുന്നു, വിളിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഈ മരുസ്ഥലിയെ കുറിച്ചിട്ട് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ആദ്യം നോക്കാം അല്ലെ. Marusthali is a vast sandy expanse with a few outcrops of bedrock composed of gneiss, schist and granite. ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് തുടങ്ങിയവയാൽ നിർമ്മിതമായ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽ പരപ്പുകൾ അല്ലെ. അതിവിശാലമായ മണൽ പരപ്പുകളാണ് ഇത് മരുസ്ഥലി എന്നുള്ളത് അല്ലെ. വാസ്റ്റ് സാൻഡി എക്സ്പാൻസ് അല്ലെ. മരുസ്ഥലി ഈസ് എ വാസ്റ്റ് സാൻഡി എക്സ്പാൻസ് വിത്ത് എ ഫ്യൂ ഔട്ട്ക്രോപ്സ് ഓഫ് ബെഡ്റോക്ക് composed of gneiss, schist and granites. ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് തുടങ്ങിയവയാൽ നിർമ്മിതമായി അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽ പരപ്പുകളാണ് ഇത് മരുസ്ഥലി എന്ന് പറയുന്നത് അല്ലെ. എന്താ ഇതൊക്കെ? ഈ ഷിസ്റ്റ്, നിസീസ്, ഗ്രാനൈറ്റ് ഒക്കെ എന്താ? അതൊക്കെ നമ്മൾ നോക്കൂട്ടോ. നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് അതൊക്കെ മെൻഷൻ ചെയ്യും. The bedrock in this region prove that geologically it is the northwestern extension of പെനിൻസുലാർ പ്ലാറ്റ്യൂ. ഇവിടുത്തെ അടിസ്ഥാന ശിലകൾ എന്ത് ചെയ്യുന്നു, ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ തുടർച്ചയായി കണക്കാക്കുന്നു അല്ലെ. ദ ബെഡ് റോക്ക് അല്ലെ. ബെഡ് റോക്ക് എന്ന് പറഞ്ഞാല് അവിടുത്തെ അടിസ്ഥാന ശിലകൾ, അവിടെ ഭൂമിയുടെ അടിയിലുള്ള അടിസ്ഥാന ശിലകൾ, റോക്സ് നമ്മളെ എന്ത് മനസ്സിലാക്കി തരുന്നു? ദ ബെഡ് റോക്സ് ഇൻ ദിസ് റീജിയൻ പ്രൂവ് ദാറ്റ് ജിയോളജിക്കലി ഇറ്റ് ഈസ് ദ നോർത്ത് വെസ്റ്റേൺ എക്സ്റ്റൻഷൻ ഓഫ് പെനിൻസുലാർ പ്ലാറ്റ്യൂ. ഉപദ്വീപീയ പീഠഭൂമിയുടെ എക്സ്റ്റൻഷൻ, നോർത്ത് വെസ്റ്റേൺ എക്സ്റ്റൻഷൻ ആണ് എന്ന് എന്ത് ചെയ്യുന്നു, നമുക്ക് മനസ്സിലാക്കുന്നു. ഓക്കെ അല്ലേ? The average elevation of this region is between 200 and 250 meters above mean sea level. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 200 മുതൽ 250 മീറ്റർ ഉയരത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രദേശം കിടക്കുന്നത് അല്ലെ. ഈ പ്രദേശത്തിന്റെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്നും 200 മീറ്റർ മുതൽ 250 മീറ്റർ വരെയാണ്. In general, the eastern part of the Marusthali is rocky while the western part is covered by shifting dunes locally known as എന്താണ്? ദ്രിയാൻ. എന്താ വിളിക്കുക? ദ്രിയാൻ. അതായത് നമ്മുടെ ഈ മരുസ്ഥലി മരുഭൂമി, താർ മരുഭൂമിയെ നമ്മൾ രണ്ടെണ്ണാക്കിയിട്ടുണ്ട്, മരുസ്ഥലിയും അതുപോലെ ബാഗർ, രാജസ്ഥാൻ ബാഗറും. ഈ മരുസ്ഥലിയെ എന്ത് ചെയ്യാണ്, മരുസ്ഥലിയുടെ ഇൻ ജനറൽ ഈസ്റ്റേൺ പാർട്ട്, മരുസ്ഥലിയുടെ ഈസ്റ്റേൺ പാർട്ട്, മരുസ്ഥലിയുടെ
ഈസ്റ്റേൺ പാർട്ട് പൊതുവെ കിഴക്ക് ഭാഗം എന്താണ് പാറക്കെട്ടുകൾ നിറഞ്ഞതാണ് അല്ലെ. എന്നാൽ നിരന്തര സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ പടിഞ്ഞാറു ഭാഗത്തെ സവിശേഷതയാണ്. ഇവിടെ എന്താണ് റോക്സ് ആണ്, പാറക്കെട്ടുകളാണ്. എന്നാൽ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് എന്താണ് നിരന്തരം സ്ഥാനമാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മണൽക്കൂനകളാണ് എന്തുള്ളത് ഈ ഭാഗത്തായിട്ട് ഉള്ളത്. ഓക്കെ, ഒന്നുകൂടി നോക്കൂ. ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ മരുസ്ഥലി ഈസ് റോക്കി. ഈസ്റ്റേൺ പാർട്ട് റോക്കി, അതായത് ഇതിന്റെ ഈസ്റ്റേൺ പാർട്ട് എന്താണ് റോക്കി ആണ് അല്ലെ, പർവ്വതങ്ങൾ, അതായത് പാറക്കെട്ടുകളാണ്. While the western part is covered by shifting dunes. Dunes എന്ന് പറയുന്ന മണൽക്കൂനകൾക്കാണ് എന്താ പറയുക ഡ്യൂൺസ് എന്ന് പറയുക. അപ്പം നീങ്ങി മാറിപ്പോകുന്ന അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂനകളാണ് ഇതിന്റെ ഏത് ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണുന്നത്. ഈ കൂനകൾ, ഈ ഷിഫ്റ്റിംഗ് ഡ്യൂൺസിനെ നമ്മൾ അവിടുത്തെ ലോക്കലായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ദ്രിയാൻ. എന്താ വിളിക്കുക ദ്രിയാൻ എന്ന് വിളിക്കും കേട്ടോ. പൊതുവെ മരുസ്ഥലിയുടെ കിഴക്കുഭാഗം എന്താണ് പാറക്കെട്ടുകൾ നിറഞ്ഞതാണ്. എന്നാൽ നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകളാണ് എവിടെ ഉള്ളത് പടിഞ്ഞാറ് ഭാഗത്ത്. പടിഞ്ഞാറ് ഇത് കിഴക്ക്, പടിഞ്ഞാറ് ഭാഗത്ത് നിരന്തരം സ്ഥാനമാറ്റങ്ങൾ സംഭവിക്കുന്ന മണൽക്കൂനകളാണ് എന്ത് ചെയ്യുന്നത് കാണുന്നത്. ഇത്തരം മണൽക്കൂനകൾ പ്രാദേശികമായി എന്ത് വിളിക്കുന്നു ദ്രിയാൻ എന്ത് വിളിന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഗ്രാനൈറ്റ് അല്ലെ, ഈ ഗ്രാനൈറ്റ് നെയ്സസ് അല്ലെങ്കിൽ നൈസസ് ഷിസ്റ്റ് ഇതൊക്കെ എന്താണെന്നുള്ളത് എന്ത് ചെയ്യാണ് നമ്മൾ നോക്കാൻ പോവാണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സ്ട്രാ റീഡിങ്ങിൽ അധിക വായനയുടെ സ്ഥലത്താണ് കൊടുത്തിട്ടുള്ളത്. പരീക്ഷയ്ക്ക് എന്ത് ചെയ്യില്ല, ഈ ഈ സാധനങ്ങളൊന്നും എന്ത് ചെയ്യില്ല ചോദിക്കൂല. പക്ഷെ നിങ്ങൾ അറിവ് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഗ്രാനൈറ്റ് അല്ലെ, എന്താ ഗ്രാനൈറ്റ് നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നമ്മൾ ഫ്ലോർ ഇരിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണിത് ഗ്രാനൈറ്റ് അല്ലേ. അതായത് ഗ്രാനൈറ്റ്സ് ആർ കോഴ്സ് ഗ്രെയിൻഡ് റോക്സ് ദാറ്റ് ഫോം വെൻ മാഗ്മ സോളിഫൈഡ്സ് ബിഫോർ റീച്ചിങ് ഇറ്റ്സ് എർത്ത് അല്ലേ. ഭൗമോപരിതലത്തിലെത്തുന്നതിന് മുന്നേ ഭൗമാന്തർഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന പരൽ രൂപ ശില്പങ്ങളാണെന്ത് ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ഭൂമിക്കുള്ളിലുള്ള മാഗ്മ എന്തെയാണ് മുകളിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ എന്താണ് അത് ഉള്ളിൽ വെച്ചിട്ട് തന്നെ തണുത്തുറച്ചിട്ട് ആവുന്ന ഒരു രൂപമാണ് ഇത് സോളിഡിഫൈ ചെയ്തിട്ടില്ലേ ഖരാവസ്ഥയിൽ ആയിക്കൊണ്ട് ആവുന്ന എന്താണ് ഭൂമിക്ക് മുകളിൽ എത്തുന്നതിന് മുന്നേ തന്നെ രൂപപ്പെടുന്നതാണ് ഇത് ഗ്രാനൈറ്റ് എന്ന് വിളിക്കുന്ന ഈ ഒരു സംഗതി കേട്ടോ. ജസ്റ്റ് എന്താ ഒന്ന് വായിച്ചാൽ മതി, ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും ഈ ഭാഗത്തുനിന്ന് എന്തെയില്ല വരൂല. നിങ്ങൾ ഉയർന്ന ഹയർ സ്റ്റഡീസിന് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടാവും കേട്ടോ. പിന്നെ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് നൈസസ് അല്ലെ. ഇതിന് വായിക്കൽ എന്താണ് നൈസസ് നമുക്ക് വായിക്കലുണ്ട്. നൈസ് എന്താണ് നൈസ് എന്ന് പറഞ്ഞാൽ ഇസ് ദ metamorphosed form of the granite rock formed due to the high temperature and high pressure. ഗ്രാനൈറ്റ് ശിലകൾ ഉയർന്ന താപം, ചൂട്, മർദ്ദം, പ്രഷർ അല്ലെ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്ന ശിലകളാണ് ഇത് നൈസുകൾ എന്നറിയപ്പെടുന്നത് അല്ലെ. ജസ്റ്റ് ഒന്ന് ഇത് വായിച്ചു വിട്ടാൽ മതി കേട്ടോ. പിന്നെ അടുത്തെന്താണ് ഷിസ്റ്റ്, ചിത്രം കൊടുത്തിട്ടുണ്ട് ഷിസ്റ്റിന്റെ. ഷിസ്റ്റ് ഈസ് ഫോംഡ് മെയിൻലി ഡ്യൂ ടു ദ മെറ്റാമോർഫിസം അല്ലെ, ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ ഓഫ് ദ സെഡിമെന്ററി റോക്സ്. മുഖ്യമായും അവസാദ ശിലകൾ സെഡിമെന്ററി റോക്സുകൾക്ക് കായാന്തരീകരണം നടന്നുകൊണ്ട് ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾ സംഭവിച്ച് രൂപം കൊള്ളുന്ന ശിലകളാണ് എന്ത് ഷിസ്റ്റുകൾ എന്ന് പറയുന്നത് കേട്ടോ. അതെന്തില്ല പരീക്ഷയ്ക്ക് ചോദിക്കൂല, ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അടുത്തത് എന്താണ് രാജസ്ഥാൻ ബാഗർ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് നോക്കി, മരുസ്ഥലി, താർ മരുഭൂമി രണ്ട് വിധത്തിലുണ്ട്, അതിലൊന്നേതായിരുന്നു മരുസ്ഥലി ആയിരുന്നു നമ്മൾ നോക്കി. അടുത്തത് എന്താണ് ബാഗർ, രാജസ്ഥാൻ ബാഗർ എന്ന് പറയുന്ന വിഭാഗം. രാജസ്ഥാൻ ബാഗർ. The eastern part of the Thar desert up to the Aravalli range is the semi-arid plain which is known as the Rajasthan Bagar. അതായത് നമ്മുടെ താർ മരുഭൂമിയുടെ ഈസ്റ്റേൺ പാർട്ടിലെ താർ മരുഭൂമിയുടെ ഇതാണിത് ഈസ്റ്റേൺ പാർട്ട്. താർ മരുഭൂമിയുടെ ഈസ്റ്റേൺ പാർട്ട് പിക്ചറൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. നോക്കൂ മക്കളെ, സെമി ആരിഡ് റീജിയൻ ഇതാണിത്, സെമി ആരിഡ് റീജിയൻ ആണിത്, ഇത് സെമി ആരിഡ് റീജിയൻ. പിന്നെ വെസ്റ്റേൺ ആരിഡ് റീജിയൻ ഇതേതാണ് വെസ്റ്റേൺ ആരിഡ് റീജിയൻ. ഈ മാപ്പൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കിപ്പോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും കൂടുതൽ ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ താർ മരുഭൂമി രണ്ട് വിധത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് മരുസ്ഥലിയും രണ്ടാമത്തത് എന്താണ് ബാഗറും. ഒന്ന് മരുസ്ഥലിയും രണ്ടാമത്തത് എന്താണ് ബാഗറും. ഈ മരുസ്ഥലി എന്ന് പറയുന്നത് എന്താണ് അരിഡ് റീജിയൻ ആണ്, നമ്മൾ ഒറിജിനൽ പ്രോപ്പർ ഡെസേർട്ടാണ്, യഥാർത്ഥ മരുഭൂമിയാണ്. എന്നാൽ മറ്റത് രണ്ടാമത്തത് ഏതായിരുന്നു രാജസ്ഥാൻ ബാഗർ എന്ന് പറയുന്നതാണ്
സെമി അരിഡ് ആണ് അല്ലെ, ഒരു അർദ്ധ മരുഭൂമികളാണ് അല്ലെ. അപ്പം ഇത് ഏത് ഭാഗത്തായിട്ടാണ്? താർ മരുഭൂമിയുടെ കിഴക്ക് ഭാഗത്ത്, ഈസ്റ്റേൺ ഭാഗത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത് അല്ലെ. ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ താർ ഡെസേർട്ട് അപ് ടു ദ ആരവല്ലി റേഞ്ച് ഈസ് സെമി അരിഡ് പ്ലെയിൻ. സെമി അരിഡ് ആണ്, പ്ലെയിൻ ആണ്. ഇറ്റ് ഇസ് നോൺ ആസ് രാജസ്ഥാൻ ബാഗർ എന്ന് വിളിക്കുന്നു. രാജസ്ഥാൻ ബാഗർ എന്ന് വിളിക്കുന്നു. എവിടെ വരെയാണ്? കിഴക്ക് ഭാഗത്ത് ആരവല്ലി വരെ. ഓക്കെ അല്ലെ. ആരവല്ലിയിലെ ആരവല്ലി പർവ്വത നിര വരെ വ്യാപിച്ചിരിക്കുന്ന താർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധ വരണ്ട സമതലമാണ്. ഈ പ്രദേശമാണ് എന്ത്? രാജസ്ഥാൻ ബാഗർ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ. ഇറ്റ് ഈസ് ഡ്രെയിൻഡ് ബൈ എന്താണ് സീക്രട്ട് ഷോർട്ട്സ് ഇൻ സീസണൽ റിവേഴ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ ആരവല്ലി. ഹ്രസ്വകാല നീരൊഴുക്കുള്ള നിരവധി അരുവികൾ ആരവല്ലി, എന്താണ് ആരവല്ലി കേട്ടോ, ആരവല്ലി പർവ്വത നിരയിൽ നിന്നും ഉദ്ഭവിച്ച് ഈ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നു അല്ലെ. ഹ്രസ്വകാല നീരൊഴുക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉത്ഭവിച്ച് പെട്ടെന്ന് തന്നെ അസ്തമിച്ചു പോകും. ഹ്രസ്വകാലം ചെറിയ ചെറിയ പുഴകൾ കുറച്ചു കാലം ഒഴുകുള്ളൂ. അങ്ങനത്തെ ഒരുപാട് പുഴകളിൽ കൂടെ ഒഴുകുന്നുണ്ട്, ഈ ഒരു ഭാഗങ്ങളിലൂടെ ഒഴുകുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഇത് എന്ത് വിളിക്കുന്നത്? ഒരു സെമി ആരിഡ് റീജിയൻ എന്നൊക്കെ വിളിക്കുന്നത് അല്ലെ. ഇറ്റ് ഈസ് ഡ്രെയിൻഡ് ബൈ എന്താണ് സെക്രൽ ഷോർട്ട് സീസണൽ റിവേഴ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ ആരവല്ലി. ഹ്രസ്വകാല നീരൊഴുക്കുള്ള നിരവധി അരുവികൾ എന്ത് ചെയ്യുന്നു? ആരവല്ലി പർവ്വത നിരയിൽ നിന്നും ഉദ്ഭവിച്ച് ഈ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നു. ദീസ് റിവേഴ്സ് മേക്ക് അഗ്രികൾച്ചർ പോസിബിൾ ഇൻ സം പാർട്സ് ഓഫ് ദ ഫെർട്ടൈൽ ട്രാക്ട്സ് കോൾഡ് രോഹി. എന്താണ് രോഹി? ഇത് രോഹി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഫലഭൂഷ്ടമായ തുരുത്തുകളിൽ കൃഷി സാധ്യമാക്കുന്നു. എന്താണ് രോഹി? അതായത് മരുഭൂമിയിൽ കൃഷി ചെയ്യാൻ പറ്റുമോ? സാധാരണ നമുക്ക് പറ്റില്ല എന്നാണ് അല്ലെ. പക്ഷെ നമ്മുടെ താർ മരുഭൂമിയുടെ ഒരു സെമി ആരിഡ് റീജിയൻ ഉണ്ട്. അതിന്റെ കിഴക്ക് ഭാഗത്തായിട്ടുള്ള സെമി ആരിഡ് റീജിയൻ അല്ലെ. ഈ സെമി ആരിഡ് റീജിയൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? രാജസ്ഥാൻ ബാഗർ എന്ന് വിളിക്കുന്നത് അല്ലെ. ഈ രാജസ്ഥാൻ ബാഗറിൽ നിന്നുണ്ട് ഈ നമ്മുടെ ആരവല്ലി പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു അരുവികളുണ്ട് അല്ലെ, കുഞ്ഞു കുഞ്ഞു നദികളുണ്ട്, കുഞ്ഞു കുഞ്ഞു അരുവികളുണ്ട്. ഇവ എന്ത് ചെയ്യുന്നു? റിവേഴ്സ്. ഇവ എന്ത് ചെയ്യുന്നു? കുറച്ചു കാലേ ഒഴുകുള്ളൂ, പിന്നെ അതെന്ത് ചെയ്യും? പറ്റിപ്പോകും. ഹ്രസ്വകാലം ഷോർട്ട് ടേമിലുള്ള ഇത്തരം നദികൾ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? രോഹി എന്ന് പറയുന്ന ഒരു ഏരിയ, നമുക്ക് ഫെർട്ടൈൽ ആയിട്ടുള്ള കൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം എവിടെ ഉണ്ട്? താർ മരുഭൂമിയുടെ ചെറിയൊരു ഭാഗമായിട്ട് എന്തുണ്ട്? നമുക്ക് കാണാൻ പറ്റും അല്ലെ. Even the most significant river in this area, the Luni is a seasonal river which flows towards the Ran of Kutch. Ran of Kutch, അതായത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന ഇവിടുത്തെ പ്രധാന നദിയായ ലൂണി പോലും കാലികമായ നീരൊഴുക്കുള്ള നദിയാണ്. അതായത് ഈ ലൂണി എന്ന് പറയുന്ന ഒരു നദിയുണ്ട്, താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി, രാജസ്ഥാനിലൂടെ ഒഴുകുന്ന നദി, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഒരു നദിയാണ് ഇത് ലൂണി നദി. ഈ ലൂണി നദി പോലും എന്താണ്? കുറഞ്ഞ വെള്ളമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ താർ മരുഭൂമിയിലൂടെ രാജസ്ഥാനിലൂടെ ഒഴുകുന്നുണ്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇത് എങ്ങോട്ടേക്കാണ് ഒഴുകുന്നത്? റാൻ ഓഫ് കച്ചിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ലൂണി നദി ഒഴുകിപ്പോകുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ലൂണി നദീ തീരത്തെ കൃഷിയിടം അല്ലെ. ഒരു നദിയൊക്കെ ഒഴുകുമ്പോൾ കുറച്ച് കൃഷിയൊക്കെ ചെയ്യാം അല്ലെ. ദ ഫാം ലാൻഡ്സ് അലോങ് ദ ബാങ്ക്സ് ഓഫ് റിവർ ലൂണി. ലൂണി നദീ തീരത്തെ കൃഷിയിടത്തെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനി നോക്കാൻ പോകുന്നത് അല്ലെ. ദ സാൻഡി പ്ലെയിൻസ് ടു ദ നോർത്ത് ഓഫ് ദ ലൂണി റിവർ ഈസ് കോൾഡ് താളി. എന്താ വിളിക്കുക? താലി എന്ന് വിളിക്കും അല്ലെ. ദ സാൻഡി പ്ലെയിൻസ് ടു ദ നോർത്ത് ഓഫ് ദ ലൂണി റിവർ ഈസ് കോൾഡ് താളി. ലൂണി നദിയുടെ വടക്കുള്ള മണൽപ്പരപ്പ് താളി എന്നറിയപ്പെടുന്നു. ലൂണി നദിയുടെ വടക്ക് ഭാഗത്തെ മണൽപ്പരപ്പിന് എന്ത് പറയുന്നു? താളി എന്ന് പറയുന്നു. താളി. റിവർ ലൂണി ഒറിജിനേറ്റ്സ് ഫ്രം ദ ആരവല്ലി മൗണ്ടൈൻ റേഞ്ച് നിയർ അജ്മീർ അല്ലെ. അജ്മീറിനടുത്തുള്ള ആരവല്ലിയുടെ അജ്മീർ ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഇത്. അജ്മീറിനടുത്തുള്ള ആരവല്ലിയുടെ ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഇത് ലൂണി നദിയിലെ റിവർ ലൂണി. അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വത നിരയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ലൂണി നദി ഉത്ഭവിക്കുന്നത്. ഇറ്റ് ഈസ് എ നോൺ പെരീനിയൽ റിവർ. മഴക്കാലത്ത് മാത്രമേ ഈ നദിയിൽ എന്തുണ്ടാവുള്ളൂ? നീരൊഴുക്ക് ഉണ്ടാവുള്ളൂ അല്ലെ. പെരീനിയൽ അല്ല, എന്താണ്? എല്ലാ സമയവും ഒഴുകോ ഇല്ല. ഇറ്റ്സ് എ നോൺ പെരീനിയൽ റിവർ ആണ്. റിവർ എന്താണ്? റിവർ സുക്രി, റിവർ ലിൽറി, റിവർ സുക്രി, റിവർ ജവായി ആർ ഇറ്റ്സ് മേജർ ട്രിബ്യൂട്ടറീസ് അല്ലെ. ഇതിന്റെ എന്താണ്
പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാ? നിൽറി, സുക്രി, ജവായി എന്നൊക്കെ ഉള്ളത് എന്താണ്? നമ്മുടെ ലൂണി നദിയുടെ പോഷക നദികളാണ്. ദ റിവർ ടേക്സ് ഇറ്റ്സ് നെയിം ഫ്രം ദ സാൻസ്ക്രിറ്റ് വേർഡ് എന്താണ്? ലവണറാവി. എന്താണ് അതിന് വായിക്കുക? ലവണവാരി. ലവണവാരി എന്താ വായിക്കുക? ലവണവാരി ട്ടോ. അപ്പൊ ലവണവാരി എന്ന് പറയുന്ന ഒരു സംസ്കൃത പദത്തിൽ നിന്നാണ് എന്ത്? ലവണവാരി എന്നുള്ള സംസ്കൃത പദത്തിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ലൂണി എന്ന് പറഞ്ഞിട്ടുള്ള പേര് ആ നദിക്ക് കിട്ടുന്നത് അല്ലെ. അത് അവിടെ കൊടുത്തിട്ടുണ്ട്, ലവണവാരി. ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ നദിക്ക് ലൂണി എന്ന പേര് ലഭിച്ചത്. ഓക്കെ അല്ലേ? ഓക്കെ. After flying to a distance of around 482 kilometers, this river disappears into the Rann of Kutch. ഏകദേശം 482 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ഈ നദി റാൻ ഓഫ് കച്ചിൽ ഒഴുകിത്തീരുന്നു. ഇത് പിന്നെ അപ്രതീക്ഷിതമാവാന്നാ പറയുന്നത് അല്ലെ. ഭൂമിയിലെ അടിയിലേക്ക് പോവാന്നോ അപ്രതീക്ഷിതമാവാന്നോ അതൊരു തടാകം പോലെ അവിടെ രൂപപ്പെടാന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് അല്ലെ. ഇത് രാജസ്ഥാൻ ബാഗർ റീജിയൻ ഹാസ് എ സെവറൽ സാൾട്ട് ലേക്ക് അല്ലെ. ഈ രാജസ്ഥാൻ ബാഗർ, നമ്മൾ രാജസ്ഥാൻ ബാഗറിൽ നിന്നുണ്ട് ഒരുപാട് ഉപ്പ് തടങ്ങളുണ്ട്, സാൾട്ട് ലേക്ക് അല്ലെ, ഉപ്പ് തടാകങ്ങളുണ്ട്. രാജസ്ഥാൻ ബാഗർ പ്രദേശത്ത് ധാരാളം ഉപ്പ് തടാകങ്ങളുണ്ട്. ഓക്കെ. The most significant and the largest among them is Sambar Lake. സാമ്പാർ ലേക്ക് എന്ന് പറയുന്നത് എന്താണ്? സാമ്പാർ ലേക്ക് which is situated about 65 kilometer. അതിൽ പ്രധാനമാണ് സാമ്പാർ തടാകം. ഈ മേഖലയിലെ ഏറ്റവും വലിയ തടാകമായ സാമ്പാർ തടാകം ജയ്പൂരിന് ഏകദേശം 65 കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു അല്ലെ. The most significant and the largest among them is the Sambar Lake which is situated about 65 kilometer from Jaipur. ജയ്പൂരിൽ നിന്ന് ഏകദേശം 65 കിലോമീറ്റർ അല്ലെ, 65 കിലോമീറ്റർ, ഏകദേശം 65 കിലോമീറ്റർ പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഇത് സാമ്പാർ ലേക്ക് അല്ലെ. സാമ്പാർ ലേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. It occupies an area of 225 square kilometer during the rainy season, but it shrinks considerably in the dry season. മഴക്കാലത്ത് ഏകദേശം 225 കിലോമീറ്റർ എന്തുണ്ട് വ്യാപിച്ചു കിടക്കുന്നു. പക്ഷെ എന്ത് ചെയ്യുന്നു? വേനൽക്കാലത്ത് എന്ത് ചെയ്യുന്നു? ഡ്രൈ ആവുന്നു, കുറച്ച് വളരെ ചുരുങ്ങുന്നു അല്ലെ. മഴക്കാലത്ത് ഏകദേശം 225 ചതുരശ്ര കിലോമീറ്റർ വരെ വിസ്തൃതി കൈവരിക്കുന്ന ഈ തടാകം വരൾച്ച കാലത്ത്, അത് വേനൽക്കാലത്ത് ഗണ്യമായിട്ട് എന്ത് ചെയ്യുന്നു? ചുരുങ്ങുന്നു. എന്താണ്? The Didwana, the Sargol and the Katwa are the other important lakes in this region. Didwana, എന്താണ്? സർഗോൾ, പിന്നെ കാത്തു എന്നിവ എന്താണ്? മറ്റ് പ്രധാനപ്പെട്ട തടാകങ്ങളാണ് അല്ലെ. സാർഗോൾ, കാത്തു. ലൂണി നദി എന്താണ്? ലൂണി നദി രാജസ്ഥാൻ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് അല്ലെ. പിന്നെ സാമ്പാർ തടാകം, സാമ്പാർ ലേക്ക് എന്താണ്? ഒരു സാൾട്ട് ലേക്കാണ്. എവിടെ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ താർ മരുഭൂമിയെ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട കുറച്ച് തടാകങ്ങൾക്ക് ഉദാഹരണമാണ് എന്ത്? ദിദ്വാന, സാർഗോള്, അതുപോലെ തന്നെ എന്താണ്? ഖാത്തു. ഇതൊക്കെ എന്താണ്? മറ്റുള്ള ലൂണി പോലെ നമ്മുടെ എന്താണ്? നമ്മുടെ സാമ്പാർ തടാകം പോലത്തെ മറ്റു തടാകങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ് കേട്ടോ. കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ സാമ്പാർ തടാകം തന്നെയാണ് കേട്ടോ. സാമ്പാർ തടാകം എവിടെ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ജയ്പൂരിൽ നിന്നും ജയ്പൂരിൽ നിന്നും 65 കിലോമീറ്റർ അല്ലെ, 65 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഇത് നമ്മുടെ സാമ്പാർ ലേക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. These lakes are used extensively for salt production. ഈ തടാകങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മൾ വളരെയധികം ഉപ്പ് നിർമ്മാണത്തിനായിട്ട്, ഉപ്പ് ഉൽപാദനത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു അല്ലെ. സാൾട്ട് പാൻ ഇന്ത്യൻ സാമ്പാർ ലേക്ക്. സാമ്പാർ തടാകത്തിലെ ഉപ്പളം എന്ന് പറഞ്ഞാല് സാൾട്ട് പാൻ, ഉപ്പളം കേട്ടോ. നമ്മൾ ഉപ്പ് കൊടുക്കുക, ഉപ്പ് പ്രൊഡക്ഷന്റെ ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് എവിടെയാണ്? നമ്മുടെ സാമ്പാർ തടാകമാണ് കേട്ടോ. സാമ്പാർ തടാകം എവിടെയാണ്? ഥാർ മരുഭൂമിയിലാണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യുക? അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് നോട്ടൊക്കെ എഴുതിയിട്ട് സെറ്റ് ആക്കിയിട്ട് വരിക. നമുക്ക് ഈ ചാപ്റ്ററിന്റെ തൊട്ടടുത്ത ഭാഗങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, കണ്ടുമുട്ടാം. തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ കുട്ടികൾക്കും നന്ദി. താങ്ക് യു.